നമസ്കാരം. അങ്ങനെ അതിന് ഒരു തീരുമാനമായി. കുടിയന്മാർ കാത്തിരുന്ന സർക്കാരിന്റെ പുതിയ ബ്രാൻഡി മിന്നൽ മാജിക് വിപണിയിലേക്ക് എത്തുന്നു. 1/2 ലിറ്ററിന് വെറും 400 രൂപ മാത്രമേ ഉള്ളൂ. കുടിയന്മാർക്ക് സന്തോഷിക്കാം, ആഘോഷിക്കാം. വില കുറയും തോറും വീര്യം കൂടുമായിരിക്കും. അങ്ങനെയെങ്കിൽ കച്ചവടം കൂടി കുടിക്കും. 1/2 ലിറ്റർ കുപ്പിയാണ് ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകൾ വഴി വിതരണത്തിനെത്തുന്നത്. ഇതിന് 400 രൂപയാണ് വില. 9,000 കേസ് മദ്യമാണ് പ്രതിദിനം ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നീട് അത് 13,000 കേസായി വർദ്ധിപ്പിക്കും. നിലവിൽ സർക്കാരിന്റെ ഉൽപ്പന്നമായ ജവാൻ റമ്മിന് പുറമെയാണ് ഈ മിന്നൽ മാജിക് ബ്രാൻഡി കൂടി വിപണിയിലേക്ക് എത്തുന്നത്. സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള പാലക്കാട് ജില്ലയിലെ മലബാർ ഡിസ്റ്റിലറീസ് ആണ് മദ്യം ഉൽപ്പാദിപ്പിക്കുന്നത്. ചിറ്റൂർ മേനോൻപാറയിലുള്ള വിദേശ മദ്യ പ്ലാന്റ് ഫെബ്രുവരി 21-നാണ് ഉദ്ഘാടനം ചെയ്തത്. തറക്കല്ലിട്ട് വെറും 4.5 മാസം കൊണ്ടാണ് പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. മിനിറ്റിൽ 240 കുപ്പികളിൽ മദ്യം നിറയ്ക്കാൻ ശേഷിയുള്ള പ്ലാന്റാണിത്. മദ്യ ഉൽപാദനത്തിന് പ്രതിദിനം 1 ലക്ഷം ലിറ്റർ വെള്ളം ആവശ്യമാണ്. നിലവിൽ ജല അതോറിറ്റിയുമായി കരാറുണ്ടാക്കി മലമ്പുഴയിലെ പ്ലാന്റിൽ നിന്നാണ് വെള്ളം എത്തിക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ മഴവെള്ള സംഭരണി സ്ഥാപിക്കാനും പദ്ധതിയുണ്ട്. ഇതോടുകൂടി 2 ബ്രാൻഡുകളാണ് സർക്കാരിന്റെ സ്വന്തം മദ്യങ്ങൾ. ഇത് പോരാ, കൂടുതൽ ബ്രാൻഡുകൾ ഉൽപ്പാദിപ്പിക്കണം. കേരളത്തിന് ആവശ്യമുള്ള മദ്യം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചാൽ ഇറക്കുമതി നടപ്പിലാക്കാം. സർക്കാരിന് വരുമാനവും കൂടും. അതുപോലെ മദ്യം വിൽക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ എടുത്തു കളയണം. പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെ ഏത് കടകളിലും സൂപ്പർ മാർക്കറ്റിലും പെട്ടിക്കടകളിൽ വരെ വിൽക്കാനുള്ള ലൈസൻസ് നൽകണം. അപ്പോൾ കൂടുതൽ മദ്യം വിൽക്കുകയും ചെയ്യാം, ബിവറേജസിലെ ക്യൂ ഒഴിവാക്കുകയും ചെയ്യാം. അതിനൊക്കെയും ഉപരി സർക്കാരിന് വരുമാനവും ഇരട്ടിയാക്കാം. ആകപ്പാടെ പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവാണ് നമ്മുടെ പൊതു ഖജനാവ്. അത് നിറയ്ക്കാൻ ഒരു എളുപ്പ വഴി ഇതാണ്. പിന്നെ ലോട്ടറി വിൽക്കുന്നത് പോലെ ഇതും വിൽക്കാനുള്ള ലൈസൻസ് ഉണ്ടെങ്കിൽ ജഗപുകയായിരിക്കും. കുടിയന്മാർക്ക് സന്തോഷിക്കാനും കുടിക്കാനും പിന്നെ എന്ത് വേണം? ഏതിനും ഒരു കാരണം വേണം. കുടിക്കാനും ഒരു കാരണം വേണം. സന്തോഷത്തിനും കുടിക്കും, സങ്കടത്തിനും കുടിക്കും. അതാണ് മലയാളികൾ.